വളരെ എളുപ്പത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പഠിക്കുകയാണ് എല്ലാവരും. ഇങ്കെപ്പാർ കണ്ണ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ എടാ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഞാൻ എന്താ അർത്ഥം? അതായത് പാർട്ട്ണർ ബിസിനസ്സിലോട്ട് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതിന് പകരമായിട്ട് പാർട്ട്ണറിന് അല്ലെങ്കിൽ ഓണറിന് പലിശ കൊടുക്കണം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കാം. അമൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അമലിന് എത്രയായിരുന്നു ക്യാപിറ്റൽ? നോക്കൂ, ഓപ്പണിംഗ് അതായത് 1-ാം തീയതി തന്നെ 40,000 രൂപയായിരുന്നു ക്യാപിറ്റൽ. അപ്പോൾ അമലിന്റെ 1-ാം തീയതി എത്ര ക്യാപിറ്റൽ ഉണ്ടായിരുന്നു? 40,000 രൂപ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ, കൊടുക്കണം. ക്വസ്റ്റ്യൻ നോക്കുക, എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 6%. അപ്പൊ ഇൻറ്റു 6/100. ഓക്കെ, അപ്പൊ ആ വർഷം തുടക്കം തൊട്ടേ ഉണ്ടായിരുന്ന ക്യാപിറ്റലാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 6/100 ഫുൾ ആയിട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ 40,000 ഇൻറ്റു 6/100 ചെയ്യുക. ഇതാ 0 വെട്ടിപ്പോയി, 6 × 400 2400 അല്ലേ, 2400 ആണ്. ഓക്കെ, ഇനി അമലിന്റെ എന്താ അടുത്ത് നോക്കൂ. അമല് അഡീഷണലി ഒരു ക്യാപിറ്റൽ കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവന്നത്? 1/5/2023. എത്ര രൂപ കൊണ്ടുവന്നു? 20,000 രൂപ. അപ്പൊ ഈ 20,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? 40,000 രൂപയ്ക്ക് 2,400 രൂപ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അഡീഷണലി കൊണ്ടുവന്ന 20,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കണടാ. ഒരു ഓണർ അഡീഷണലി ക്യാപിറ്റൽ കൊണ്ടുവന്നാലും അതും പൈസ അല്ലേ? അതിനും എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം, പലിശ കൊടുക്കണം. അപ്പൊ എത്രയാ ഇൻട്രസ്റ്റ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നേ? 20,000 രൂപ. സോ 20,000 റുപ്പീസ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ 20,000നും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. എത്ര ശതമാനമാ? 6/100. പക്ഷേ ഈ 6/100 ഫുള്ള് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എടാ, ശരിക്കും ഈ 6% എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ വർഷത്തേക്കുള്ളതാ. പക്ഷേ ഈ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് 1/5/2023. അപ്പം 31 ഡിസംബറിലാണ് ഇയർ എൻഡ് ആകുന്നത്. അപ്പം 1/5 എന്ന് പറയുമ്പോൾ മെയ് 1. അപ്പോൾ ഏപ്രിൽ വരെയുള്ള 4 മാസം കഴിഞ്ഞു പോയി. ഇനി മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, വെറും 8 മാസം മാത്രമേ ഈ വർഷം ബാക്കിയുള്ളൂ. അപ്പോൾ ഈ കൊണ്ടുവന്ന 20,000 രൂപയുടെ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 8 മാസത്തേക്ക് മാത്രം മതി. അതായത് ഇൻറ്റു 8/12 കൂടി ചെയ്യണം. അപ്പൊ അത്രയും രൂപ എന്ത് കൊടുത്താൽ മതി? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതാ കണ്ടുപിടിച്ചോ, ഇതാ വെട്ടി. ഓക്കെ, 1200 ഇൻറ്റു 8/12 800 രൂപയാണ് കൊടുക്കേണ്ടത്. അതായത് രണ്ടാമത് കൊണ്ടുവന്ന 20,000ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് വെറും 800 റുപ്പീസ് കൊടുത്താൽ മതിയടാ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് മൂന്നാമത് എന്താ സംഭവിച്ചേക്കുന്നത്? വിഡ്രോവൽ. 1/10/2023 10,000 രൂപ വിഡ്രോവൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ എത്രയാ? 10,000 രൂപ. ഇതൊരു അഡീഷണൽ ക്യാപിറ്റൽ അല്ല. അപ്പൊ ഇതിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ല വേണ്ടത്. അതായത് ഓൾറെഡി ഇതിന് നമ്മൾ ഇത്രയും കൊടുക്കണമെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അതിൽ തന്നെ 10,000 രൂപ ഒക്ടോബറിൽ വിഡ്രോ ചെയ്തു. അപ്പൊ ആ 10,000 രൂപയുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്. ക്ലിയർ ആണോ? അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം കൂടി കൂട്ടുക ചെയ്യുന്നത്. ഓൾറെഡി ഇത് കൊടുക്കണം പ്ലസ് ഇത് കൊടുക്കണം എന്നാ പറയാം. എന്നാൽ വിഡ്രോവലിന്റെ ഇൻട്രസ്റ്റ് ഇതേപോലെ അഡീഷണൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കുക. പക്ഷേ ആഡ് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് എഴുതി വെച്ചാൽ മതി. ക്ലിയർ ആണോ? അതായത് ഒന്നുമില്ലടാ, 10,000 രൂപയുടെ ഇൻട്രസ്റ്റ് ഇതേപോലെ കണ്ടുപിടിക്കുക. ഇൻറ്റു 6/100 ഇൻറ്റു ഇനി ഇയർ എൻഡ് ആവാൻ എത്ര മാസം ബാക്കിയുണ്ട്? ഓൾറെഡി ഒക്ടോബർ 1 ആയി. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം ബാക്കിയുണ്ട്. അപ്പോൾ ഇൻറ്റു 3/12. ഓക്കെ, അപ്പൊ എത്ര കിട്ടും നോക്കുക. വെട്ടി 600 ഇൻറ്റു 3/12 150 കിട്ടും. ഈ 150 ലെസ്സാണ് ചെയ്യേണ്ടത്. കാരണം ആ ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ല, ഓൾറെഡി ഇതിൽ നിന്ന് കുറയ്ക്കുക വേണ്ടത്. ക്ലിയർ ആണോ? കാരണം അവൻ ഡ്രോ ചെയ്തുകൊണ്ട് പോയി. അവൻ ബിസിനസ്സിൽ വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അവന് കൊടുക്കരുത്. അങ്ങനെ അവൻ സൂക്ഷിക്കേണ്ട. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇത് ഇനി ചെയ്യുക. 2,400, 800, 3,200, 150 പോയാൽ 3,050. 3,050 3050 ഇത്രയും കൊടുത്താൽ മതിടാ. ഇത്രയും കൊടുത്താൽ മതി. അവൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് 3,050 കൊടുത്താൽ മതി. അപ്പോൾ ഒരാളുടെ അമലിന്റെ കണ്ടുപിടിച്ചേ. ഇനി ബിമലിന്റെ നോക്കൂ. ബിമലിന്റെ ഓപ്പണിംഗ് എത്രയാ? 30,000 ആണ് ബിമലിന്റെ ഓപ്പണിംഗ് കേട്ടോ. ബിമലിന്റെ ഓപ്പണിംഗ് എത്രയാ? 30,000 രൂപ. അപ്പൊ ആ 30,000 രൂപ തുടക്കം മുതലേ ഉണ്ട്. അതുകൊണ്ട് 30,000 ഇൻറ്റു ഫുൾ 6/100 കൊടുക്കണം. കാരണം തുടക്കം മുതലേ ഉണ്ട്. അപ്പൊ 6% ഫുള്ള് കൊടുക്കാം. 30,000 ഇൻറ്റു 6/100 എത്രയാടാ? 1,800. അടുത്തത് അഡീഷണൽ ക്യാപിറ്റൽ 1/5ന് 30,000 തന്നെ വീണ്ടും കൊണ്ടുവന്നു. 30,000 വീണ്ടും കൊണ്ടുവന്നു. അപ്പൊ 30,000 ഇൻറ്റു 6/100 ഫുള്ള് കൊടുക്കണോ? വേണ്ട, 8 മാസത്തെ കൊടുത്താൽ മതി. നേരത്തെ സെയിം ഡേറ്റ് ആണ്, മെയ് 1 ആണ്. അതുകൊണ്ട് 8 മാസത്തെ കൊടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 30,000 ഇൻറ്റു 6/100 1,800. ഓക്കെ, 1,800 പിന്നെ ഇത് 12/8 1,800ന്റെ 3/2 1,200 കിട്ടും. സോ
ഇനി 1200 കിട്ടും. കറക്റ്റാണ് 1200 കിട്ടും. ഇനിയോ വിഡ്രോവൽ ഒന്നുമില്ല, അപ്പോൾ ഒന്നും കുറയ്ക്കാനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഓൾറെഡി ഉള്ള 1800 കൂടി കൂട്ടുക, അപ്പം 3000 രൂപയാണ് അവന് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ്. വളരെ എളുപ്പമല്ലടാ, എന്തൊരു എളുപ്പമാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിന് ഫുൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. അഡീഷണൽ ക്യാപിറ്റലിൽ എന്നാണോ കൊണ്ടുവന്നത് അന്ന് മുതൽ ഇയർ എൻഡ് വരെ എത്ര മാസം ഉണ്ടോ അത്രയും ഭാഗം മാത്രം കൊടുക്കുക. വിഡ്രോവൽ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കണ്ടുപിടിച്ച പോലെ തന്നെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക, പക്ഷേ ആഡ് ചെയ്യുന്നതിന് പകരം ലെസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. വളരെ എളുപ്പമാണ്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ ലൈവിൻ്റെ കാര്യം മറക്കണ്ട, രാത്രി 7 മണിക്ക് തന്നെ നമ്മുടെ ലൈവ് ഉണ്ടാവും കേട്ടോ. സോ ഗൈസ്, നമുക്ക് അവിടെ വെച്ച് കാണാം. അതുവരെ തൽക്കാലം ബൈ ടാറ്റ. എല്ലാവർക്കും എക്സാം അടിച്ചു പൊളിത്ത് എഴുതട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.